ഹലോ, നമസ്കാരം. ഇവിടെ ഉണ്ടല്ലോ ക്രിസ്മസിൻ്റെ ഒരുക്കും കാര്യങ്ങളൊക്കെ ചെറുതായി തുടങ്ങി. ഞാനവിടെ ക്രിസ്മസ് ഒന്ന് മൂടാക്കി ക്രിസ്മസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ചെറുതിങ്ങനെ അടിച്ച് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പണ്ട് അപ്പോൾ സൗണ്ട് കേൾക്കണണ്ട, ഷൂ ഹീ ഹീ എന്ന് കൊണ്ട് ആ സൗണ്ട് കേട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. എന്തെന്നാടി ഇവിടെ സൗണ്ട് ഉണ്ടാക്കണം എന്ന് ചോദിച്ചിട്ട് നോക്കിയപ്പോൾ ഉണ്ടല്ലോ അവൾ മറ്റേ നമ്മൾ ആ റമ്മ ഒഴിച്ചിട്ട് കേക്കിനുള്ള മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ, ആ സാധനം അവൾ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവൾ പറഞ്ഞ് കുറച്ച് നേരം വീഡിയോ ഒക്കെ ഓഫ് ചെയ്യും, കേക്ക് ഉണ്ടാക്കണ്ടേ, കേക്കില്ലാണ്ട് എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കണത് എന്നൊക്കെ ചോദിച്ചു, റം കേക്ക്. അപ്പോൾ അവളത് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വന്നാലോന്നോ, എങ്ങനെയുണ്ടെന്ന്. ഇവിടെ എന്തൊക്കെയോ മിക്സ് ചെയ്യുന്നുണ്ട്. ഇതെന്തൊക്കെയാണ് മിനി? അത് ബട്ടർ, പഞ്ചസാര, പിന്നെ പിന്നെന്താ മുട്ട. ഇത് ഇവിടെ ഇത് സാധാരണ മൈദ. ഇത് അത് അണ്ടിപ്പരിപ്പും ബദാമും. അണ്ടിപ്പരിപ്പും ബദാമും അത് മുകളിലിടാനുള്ളത് അല്ലേ? അത് മുകളിലേക്കാണുള്ളത്. ഇത് നമ്മുടെ മറ്റേ സാധനം. ഇന്നൊരു സ്പൂൺ തരും എനിക്ക്. ഇത് കാരമൽ. പിന്നെ അതെ കാരമൽ. ഇത് വനില ബീൻ എസൻസ് അല്ലേ? ഇതൊക്കെയാണ് കേക്ക് ഉണ്ടാക്കാൻ ഇവളുടെ സാധനങ്ങൾ. ഇതൊന്നും അല്ല, അത് മാത്രമല്ല ചുക്കുണ്ട്. അത് പറയാം. ചുക്കുപൊടി, പിന്നെ സിനമൺ പൗഡർ. ഇത് 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 ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല സിനമൺ പൗഡർ വേണം. എന്നോട് വാങ്ങിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. പിന്നെ നമ്മുടെ ഏലക്ക പൊടിച്ചത്, സിനമൺ, ചുക്കുപൊടി ഒക്കെയാണ്. ഒരു 2-3 സാധനം കൂടി ഉണ്ട്. ഇതെന്തെന്നാ? ഇത് ബേക്കിംഗ് സോഡ. ഓക്കെ, ബേക്കിംഗ് സോഡ ഉണ്ട്. പിന്നെ ബേക്കിംഗ് പൗഡറും വേണം. ഓക്കെ, ബേക്കിംഗ് പൗഡറും ഉണ്ട്. അളവൊന്നും പറയണ്ട കേട്ടോ, അളവൊക്കെ നമുക്കൊന്നും അറിയില്ല അത്. പക്ഷെ ഇവളൊക്കെ ഇതിപ്പോൾ വീഡിയോ ആയതുകൊണ്ടുള്ള സ്പൂണൊക്കെ എല്ലാം ഞങ്ങൾ കോരി ഇടും, കൈക്കണക്കല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ചുക്കും മറ്റേ സിനമണും കാര്യങ്ങളൊക്കെ ഇടാൻ പോകണമെന്ന് തോന്നുന്നുണ്ട്. ഇതിലാണ് കലക്കാൻ പോകണം കേട്ടോ, മൊത്തം എല്ലാം കൂടി. സിനമൺ അല്ലേ അത്? ഇത് സിനമണാണ്. ശ്രീലങ്കൻ സിനമണാണ്. നല്ല മണം എനിക്കിപ്പോൾ തന്നെ മൂക്കിൽ വരുന്നുണ്ട്. തുമ്മോ ഇത് നിന്നാ? നമ്മുടെ ഏലക്ക. ഏലക്ക നല്ല മണം ഉണ്ടല്ലോ. ഇത് ഹോംലാൻഡിൽ നിന്ന് വെച്ചാണോ? നമ്മൾ പൊടിച്ചാണെങ്കിൽ ഏലക്ക വാങ്ങിക്കണമല്ലോ എവിടെ നിന്നെങ്കിലും. ഹോംലാൻഡിലായിരിക്കും. നമ്മുടെ ഇവിടെ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു ഇന്ത്യൻ ഷോപ്പുണ്ട്. ഇന്ത്യൻ ഷോപ്പെന്ന് പറയാം, ഇന്ത്യൻ എല്ലാത്ത സാധനം കിട്ടും. അതിന് പുറമെ നമുക്ക് ഇതും കിട്ടും, മലയാളീസിൻ്റെ എല്ലാ സാധനം കിട്ടും, എല്ലാ സംഭവങ്ങളും. അപ്പോൾ മൗണ്ട് വെല്ലിംഗ്ടണിൽ മൊത്തം കൂടെ നന്നായ പൊടികളെല്ലാം കൂടി മിക്സ് ആവണ വരെ ഇളക്കണം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. ഇല്ലെങ്കിൽ കേക്കിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കടിക്കുമ്പോൾ ചിലപ്പോൾ ഏലക്ക കൂടുതലുണ്ടാവും. അതുകൊണ്ട് പൊടിയിൽ നനയ്ക്കണേറ്റ് മുൻപ് ഫുള്ള് ഇളക്കണം. കണ്ടോ, ഈ സാധനം സാധാരണ കുറച്ച് കേക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇതിലേക്ക് ആ പൊടി അങ്ങോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്താൽ മതി. പക്ഷേ ഇതിപ്പോൾ കൂടുതൽ സാധനം ഉള്ളതുകൊണ്ടേ നമുക്കിതെല്ലാം കൂടി ഇത്രയും പൊടി അതിൻ്റെ ഉള്ളിൽ കയറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവളിതെല്ലാം കൂടി ഇതിലിട്ടിട്ട് നമുക്കിവിടെ വേറൊരു മിക്സറുണ്ട്, കേക്ക് മിക്സർ. കേക്ക് നിങ്ങളൊക്കെ കാണണമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് കേട്ടോ നമ്മളത് ഇങ്ങനെ ഇടണം. അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്നായിരുന്നു ബട്ടറാ, അതെങ്ങനെ ഊറുമോ? കുറച്ച് നേരം കഴിയുമ്പോൾ. പഞ്ചസാര ഉണ്ടായിരുന്നല്ലോ അല്ലേ? കീന്ന് സൗണ്ട് കേൾക്കണുണ്ടോ? എന്താണെന്നറിയോ, നമുക്കിവിടെ നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേക്ക് വയ്ക്കുമ്പോൾ പ്രീ ഹീറ്റ് ആവണമല്ലോ, ഓവനൊന്ന് ചൂടായി നിൽക്കാൻ. വേണ്ട, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഒറ്റയടിക്ക് അങ്ങോട്ട് ഇടില്ല, കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടായിരിക്കും. അങ്ങനല്ലേ? സൗണ്ട് ഉണ്ടാവും കുറച്ച്.
കാരണം അത് ഇതുണ്ടാവാതിരിക്കാനാണോ? ഒത്തിരി ഓവർ മിക്സ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി. ആ നന്നായി അങ്ങോട്ട് എല്ലാം മിക്സ് ചെയ്തുകൊണ്ടാ. പൊടി മിക്സിങ് എല്ലാം സെറ്റായി. തുറക്കുമ്പോൾ നമ്മുടെ സാധനം നോക്കട്ടെ. അമ്മേ നല്ല മണം. ഇതൊരു ഉണ്ടെടുത്തിൻ്റെ വയല വെച്ചോ. ഒരു ഉണ്ട ക്രിസ്മസ് ഒക്കെ അല്ല. കടിച്ച് കഴിയുമ്പോൾ അമ്മൻ്റെ മൂക്കിൽ കൂടെ പുക വരുന്നേ. ശരിക്കും പറഞ്ഞാൽ അടിയിൽ നിന്ന് എടുത്തു തന്നെ. ഇതും കുറച്ചിട്ടിട്ട് അതുകൊണ്ട് ഇളക്കാൻ പറ്റില്ലേ? അതുകൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ മൊത്തം പൊടിഞ്ഞു പോകും. പൊടിയില്ല, ഇളക്കാം. അതുകൊണ്ട് ഇത് ഞാൻ ഒന്നുകൂടെ ഒന്ന് അടിക്കും, പക്ഷേ എല്ലാം കൂടെ അടിയിൽ വന്ന് കിടക്കും. ഇതുകൊണ്ട് ഇളക്കിയാൽ മതി, എൻ്റെ ആവശ്യമുള്ളൂ. ഇനി അടുത്ത ട്രിപ്പ് ഇടുമ്പോഴേ ഇതിൽ ആ പച്ച കളറുള്ളൊരു ചെറിയ കിടക്കണ്ട, ആ സാധനം ആ ക്രീമും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എൻ്റെ വായിൽ വെച്ചിരുന്നേ. അല്ല, നിൻ്റെ കേക്ക് നന്നായി വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കഴിക്കൊന്നും വേണ്ട. മറ്റേ ഇത് ഇങ്ങനെ പായസം പോലെ അല്ല, മറ്റേ ഫ്രൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, സ്പൂൺ കൊണ്ട് കോരി തന്നാൽ മതി. കള്ള് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പാലറ്റ് ടെസ്റ്റൊന്നും. എൻ്റെ കൂടെ എനിക്ക് വായിൽ വെച്ചെന്നു. ക്രീമുണ്ടാ? ക്രീം എടുക്കാൻ വന്നു. എന്തെന്നാണ് ഇത്? പച്ച ഉണ്ടായിരുന്നു. പച്ചയൊന്നും ഇല്ല. ഉണ്ട്, അതിൻ്റെ അടി കിടക്കുന്നുണ്ടോ? കഴിച്ചു തീർത്തു. ആര്? നിങ്ങൾ തന്നെ. ഞാനൊന്നും കഴിച്ചിട്ടില്ല. മുന്തിരി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. മുന്തിരി അതിനുള്ള വലിപ്പമില്ല. മുന്തിരി കണ്ട് കിട്ടില്ല മിനി. മറ്റേ സാധനം തപ്പി കണ്ടുപിടിക്കും. ഞാൻ തപ്പി കണ്ടുപിടിക്കട്ടെ. എൻ്റെ കയ്യിൽ ക്യാമറ ചെയ്തോണ്ടാ. ദേ കിടക്കണം. അതെനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. എന്ത് സ്വഭാവമാണ് സെൽഫിഷ്. എവിടെ? ഇതാണോ? അതിൻ്റെ അപ്പുറത്ത് ഇതേ ഇവിടെ ബാക്കിൽ ഇത് ആ അതായാലും മതി. കിട്ടിയതുകൊണ്ട് ലാഭം വയ്ക്കാം. കൈ കഴുകി തോറ്റാ സത്യം. മക്കളെ കുറച്ച് ചെറിയ വാങ്ങിച്ചിട്ടേ രണ്ടാഴ്ച കളിയിട്ട് വയ്ക്കുക, കുടിക്കുക. നല്ല മൂടാ. നീ ഓരോ കഴിച്ച് നോക്കിയാ? എനിക്ക് വേണ്ട. ഇന്ന കേക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ഇളകുക. അങ്ങനെയാണ് പരിപാടി. അപ്പം ഇനി ഇതൊന്ന് ഒഴിക്കുമ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ഒരു എന്തോ ഒരു ഇതുണ്ട്, പരിപാടി ഉണ്ട്. ഓക്കെ, നട്ടിൽ ഇപ്പോൾ പിടിച്ചിരിക്കാൻ അല്ലേ? ഇച്ചിരി മൈദ അല്ലെങ്കിൽ എല്ലാം കൂടെ അടിയിൽ വന്ന് കിടക്കും. ഒരു ഇച്ചിരി മൈദ ഇട്ടിട്ട് എന്ത് ചെയ്യും? ജസ്റ്റ് ഇങ്ങനെ എന്ത് ചെയ്താൽ മതി. ഓക്കെ, ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ അത് എല്ലാത്തിലും കൂടി ഒന്ന് മൈദ കോട്ടാവില്ല. അപ്പം അതിലിടുമ്പോൾ ഒരു അന്ധവിശ്വാസമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? എന്തായാലും എന്താ ഒഴിച്ചിട്ടേ മുഴുവൻ ഒഴിച്ചിട്ടില്ല, കുറച്ച് അടിയിലുണ്ട്. ഞാനത് എടുത്ത് തിന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മൾ ആ ഈ നട്ടും കൂടി ഇല്ലേ, കുറച്ചും കൂടി അതിലിട്ട് അങ്ങോട്ട് ഇളക്കി. ഇതിൽ നിന്ന് കുറച്ച് മിനി എടുത്തിട്ട് ടേസ്റ്റ് നോക്കി തിന്നു. അവളുടെ കണ്ണൊക്കെ എനിക്ക് കണ്ടപ്പോൾ മൊത്തം ഇളക്കി. ഞാനിതിൻ്റെ ഉള്ളിലത്തെ വടിച്ചെടുത്തു. ഒഴിക്കണേ തൊട്ട് വരുത്. അങ്ങനെ ആക്കി നൈസായിട്ടുണ്ട്, നല്ല മണം. ഞാനുണ്ടല്ലോ അവിടെ എടുത്തിട്ടുള്ള നട്ടില്ലേ, അല്ല നട്ടും പോട്ടെ, അതിൽ ശരിക്കും അടിയിലായതുകൊണ്ടേ
ഫുള്ള് റമ്മായിരിക്കും. കണ്ട ഇന്നൊന്നും കഴിക്കണ്ട. നല്ല മുട. സ്പൂണ് വേണ്ട ശരിക്കും. ഈ പാത്രം എടുത്തിട്ടുണ്ടല്ലോ. മൂക്കി കയറി പോയി. പക്ഷേ ഫ്രൂട്ട് വെച്ചിട്ടുള്ള സാധനമേ നല്ല ടേസ്റ്റ്. പക്ഷെ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരേ റമ്മിൻ്റെ കുത്തൊക്കെ പോയിട്ട് ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് വരികയും ചെയ്തു. പിന്നൊരു തരിപ്പും. അടിപൊളി. ഞാനിനി കള്ളോടി ഇങ്ങനെ ആക്കിയാലൊന്ന് ആലോചിക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയണേ. ഇനിയിപ്പോൾ എല്ലാത്തിനും മിക്സിങ് കഴിഞ്ഞില്ലേ? എല്ലാത്തിൻ്റെ മിക്സിങ് കഴിഞ്ഞു. ഇനി എൻ്റെ ഒരു മൗത്ത് ഫുൾ സ്പൂണിൽ എൻ്റെ വായിൽ തരാം. അപ്പോൾ അതിൻ്റെ മിക്സിൻ്റെ സംഭവം എങ്ങനെയാണ്? ഒരു സാധനം ഇട്ടില്ല, ഗ്രാമ്പൂ ഇട്ടില്ല. ഗ്രാമ്പൂ ഇടാണ്ടിരുന്ന പെട്ടു. ഗ്രാമ്പൂ ഇവിടെ അടിച്ചൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ മറന്നുപോയി. ഒരു സാധനം ഇട്ടിട്ടില്ല. ഇപ്പം ഇങ്ങനെ ഇടാൻ പാടില്ല, എന്നാലും കുഴപ്പമില്ല. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പോരാ ശരിക്കും പറയണം. എല്ലാ ഫ്രൂട്ട്സും എല്ലാം ഉണ്ടോ? എല്ലാ ഫ്രൂട്ട്സും ഉണ്ടോ? നട്ടും വേണം, ചെറിയ നട്ട് എല്ലാം കൂടി. നട്ട് കിട്ടിയില്ല. നട്ട് കിട്ടി. അതിലെ തരിപ്പ് പോകുള്ളൂ. സംഭവം എടുക്കാൻ ചെയ്യുന്നു. സംഭവം അടിപൊളി വരും ഉറപ്പാ. കേക്ക് അവിടെ ഇരുന്ന് ആവട്ടെ. ഈ കേക്ക് ഉണ്ടല്ലോ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് 1 വർഷം കഴിക്കാം. അടുത്ത ക്രിസ്മസിനും കഴിക്കാം. അത്രയും കാലം ഇരിക്കുന്നതോറും ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഇനി എപ്പോഴെങ്കിലും ഇടയ്ക്കൊക്കെ ഞാൻ കട്ട് ചെയ്ത് പറയാം ഇത് ആ കേക്കാണെന്നൊക്കെ. ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസിന് ഞാൻ ഈ കേക്ക് ഒരു ചെറുതടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കട്ട് ചെയ്തിട്ട് ക്രിസ്മസിൻ്റെ ആഘോഷത്തിൻ്റെ ഇടയിൽ കഴിക്കാം. അപ്പോൾ ഞാൻ കേക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ ബൈ ബൈ. അപ്പോൾ ഫോളോ മൈ ചാനലേ, മലയാളി സിംസൺ. ഓക്കെ, അപ്പോൾ ഞാൻ ആ ചെറുതടിച്ച് ഒരു 2 സ്പൂൺ അടിച്ചിട്ടുണ്ടല്ലോ. നല്ല മൂടായിട്ടോ. അപ്പം ഇന്നിങ്ങനെ ഇരിക്കട്ടെ. പിന്നെ 25-ാം തീയതി ക്രിസ്മസൊക്കെ കണ്ട് നമുക്കപ്പോൾ കൂടാം ക്രിസ്മസിന്. ഓക്കെ, അപ്പോൾ ബൈ ബൈ.